ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രം 23ാമത്തെ നാമമാണ്. പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ എന്നാണ് അടുത്ത മന്ത്രം. പത്മരാഗം പോലത്തെ മിനുസമുള്ളതും സ്നിഗ്ധമായതും ആ ശില പോലത്തെ, കണ്ണാടി പോലത്തെ, ആദർശം പോലത്തെ പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ, അതുപോലെ പരിലസിക്കുന്ന കപോലം എന്ന് വെച്ചാൽ കവിൾത്തടങ്ങൾ എന്നാണ് അർത്ഥം. ദേവിയുടെ കവിൾത്തടങ്ങൾ അത് പത്മരാഗം പോലെയാണ്, കണ്ണാടി പോലെയാണ്. അവരവരുടെ മനസ്സിൻ്റെ സൗന്ദര്യം മുഖത്തിൽ കാണാമെന്ന് പറയും. അതുപോലെ നിർമ്മലമായതാണ് ദേവിയുടെ മനസ്സ്. അതുകൊണ്ട് കളങ്കരഹിതമായിട്ട് യാതൊരു രീതിയിലുള്ള കുറവുകളൊന്നുമില്ലാതെ ഏറ്റവും മനോഹരങ്ങളാണ് കവിൾത്തടങ്ങൾ, കപോലങ്ങൾ. പത്മരാഗം പോലെയും കണ്ണാടി പോലെയും ഒക്കെയാണ് അത്. ഇതിനെ ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ വർണ്ണിക്കുന്നു. സ്ഫുരത് ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം യമാരുഹ്യ ദൃഹ്യതി അവനിരഥം അർക്കേന്ദുചരണം മഹാവീരോ മാര പ്രമഥപതയെ സജ്ജിതവത്തെ. പണ്ട് ഇതൊരു ദൃശ്യമാണ്. എന്താ വെച്ചാൽ മന്മഥൻ പരമേശ്വരനോട് യുദ്ധത്തിന് പോയത്രേ. ഇയാൾ ഒരു കാരണവശാലും പരമേശ്വരനോട് യുദ്ധം ചെയ്യാൻ യോഗ്യനല്ല. എന്താ വെച്ചാൽ ഇയാൾക്ക് സഹായികളായിട്ടുള്ളത് 5 പുഷ്പബാണങ്ങളും കരിമ്പിൻ്റെ വില്ലും വസന്തകാലവും അതുപോലെ അധികം ശക്തിയില്ലാത്ത തെന്നലും ആണ്. പരമേശ്വരനാണെങ്കിൽ പണ്ട് ത്രിപുര സംഹാരം ചെയ്യാൻ പോയപ്പോൾ ഈ ഭൂമി തന്നെയാണ് രഥം, വേദങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അശ്വങ്ങൾ, സൂര്യചന്ദ്രന്മാരാണ് അദ്ദേഹത്തിൻ്റെ ചക്രങ്ങൾ, മഹാവിഷ്ണു ബ്രഹ്മാവും ഒക്കെ സഹായിച്ചു. കോടിക്കണക്കിന് ഭൂതഗണങ്ങൾ കൂടെ ഉണ്ട്. കാമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇല്ല. അങ്ങനെയുള്ള മഹാരഥനായിട്ടുള്ള ആളോടുകൂടി യുദ്ധം ചെയ്യാൻ എങ്ങനെയാണ് ഈ ഒന്നുമില്ലാത്ത മന്മഥൻ പോയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേവിയുടെ മുഖമാകുന്ന രഥത്തിൽ കയറിപ്പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ രഥം എങ്ങനത്തതാണ്? സ്ഫുരത് ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം. ദേവിക്ക് 2 താടങ്കങ്ങളുണ്ട്. അത് കവിൾത്തടത്തിൽ ഗണ്ഡസ്ഥലങ്ങളിൽ പ്രതിഫലിക്കുന്നു. വീണ്ടും അത് ആ പ്രതിഫലനം കൊണ്ട് അത് 4ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ 4 ചക്രങ്ങളാണ് മന്മഥൻ്റെ രഥത്തിന് ഉള്ളത്. ഈ ഒരു രഥം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ദേവിയുടെ മുഖത്തിനേക്കാൾ വലിയ ശക്തിയില്ല. തീർച്ചയായിട്ടും പരമേശ്വരൻ്റെ മനസ്സിനെ ആകർഷിക്കും. പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം യമാരുഹ്യ ദൃഹ്യതി അവനിരഥം അർക്കേന്ദുചരണം. ഈ രഥത്തിൽ കയറിയത് കൊണ്ടാണ് അർക്കേന്ദുചരണനായിട്ടുള്ള പരമേശ്വരനേക്കാൾ വലിയ വീരനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ മന്മഥൻ ധൈര്യമായിട്ട് അമ്പെയ്യാൻ പോയി. ദേവിയുടെ കടാക്ഷം, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആദ്യം ഒരു പ്രാവശ്യം അയാളെ ഭസ്മമാക്കും. പിന്നീട് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി പരമേശ്വരൻ്റെ മനസ്സിലും കൂടി ആഗ്രഹമുണ്ടാക്കിയതായിട്ടും പാർവതി പരമേശ്വരന്മാർക്ക് ശിവകുമാരൻ ജനിച്ചു എന്നും ഒരു കഥയുണ്ട്. അതിൽ മന്മഥൻ ജയിച്ചു 2ാമത് തവണ പോയപ്പോൾ. ഈ ഒരു രഥത്തിൻ്റെ മികവ് കൊണ്ടാണ്, ഇതിനേക്കാൾ വലിയൊരു ശക്തി ഇല്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് മന്മഥൻ പരമേശ്വരനോട് യുദ്ധത്തിന് പോയി. ആ ധൈര്യത്തിന് കാരണം ദേവിയുടെ മുഖപദ്മമാണ്, ആ മുഖാരവിന്ദത്തിൻ്റെ ഐശ്വര്യമാണ്. ആ അനുഗ്രഹ ബലമുണ്ടെങ്കിൽ എന്തിനും ജയിക്കാം എന്നൊക്കെ ദേവിയുടെ കവിൾത്തടങ്ങളെ പറ്റിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരുന്നു. 24ാമത്തെ നാമമാണ് നവവിദ്രുമ ബിംബശ്രീ നത്കാരി രതനച്ഛത എന്നുള്ളത്. പുതിയതായിട്ടുള്ള വിദ്രുമം, പവിഴം, ബിംബം, കോവപ്പഴം, അതിൻ്റെ ശ്രീയെ ഞെത്കാരി, അതിനെ വെല്ലുന്ന രതനച്ഛത, ചുണ്ടുകളോട് കൂടിയവൾ എന്ന് ദേവിയുടെ രതനം, ദശനം എന്ന് 2-3 പാഠഭേദങ്ങളുണ്ട്. ദശനച്ഛത, രതനച്ഛത എന്നൊക്കെ ഉണ്ട്. രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്. ദേവിയുടെ ചുണ്ടുകളെ ഉപമിക്കാൻ സാധിക്കില്ല. അത് ചുവന്നിരിക്കുന്നു. പ്രകൃത്യാ രക്തായ എന്നാണ്. പ്രകൃത്യാ രക്തായ സ്തവ സുദതി ദന്തച്ഛതരുചേഹേ പ്രവക്ഷേ സാദൃശ്യം ജനയതു ഫലം വിദ്യുമലത ന ബിംബം തദ്ബിംബ പ്രതിഫലന രാഗാദരുണിതം തുലാം അധ്യാരോടും കഥമിവ വിലജ്യേത കലയ എന്നതിനെ
ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിക്കുന്നു. ഇതിനെ എന്തിനോടെങ്കിലും ഉപമിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ രണ്ട് വസ്തുക്കളാണ്. സാധാരണ എല്ലാവരും ചുണ്ടുകളെ പവിഴത്തോടും പവിഴാധരം എന്നൊക്കെ നമ്മൾ പറയുന്നു, അതുപോലെ കോവപ്പഴത്തിനോടുമാണ് വർണ്ണിക്കുന്നത്. പക്ഷേ ഇതിനോടൊക്കെ എങ്ങനെയാണ് നമ്മൾ ദേവിയുടെ ചുണ്ടുകളെ ഉപമിക്കാൻ സാധിക്കുക? ദേവലോകത്തുള്ള സ്ത്രീകളൊക്കെ ചിലപ്പോൾ കോവപ്പഴം കഴിക്കാറുണ്ടത്രേ. അത് ദേവി ഒരിക്കൽ അങ്ങനെ കഴിച്ചു. ദേവിയുടെ ചുണ്ടിൻ്റെ അടുത്ത് കോവപ്പഴം ഉണ്ട്. ഇതിൻ്റെ മനോഹാരിത, ഭംഗി കണ്ടിട്ട് അത് വളരെ ലജ്ജിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചുമപ്പ് അതിൽ കുറച്ച് പ്രതിഫലിച്ചു അത്രേ. പ്രതിഫലനരാകാതെ അരുണിത്തം, അതുകൊണ്ട് ചെറിയൊരു ചുമപ്പുണ്ടായി. എന്നിട്ടും കൂടി ദേവിയുടെ ചുണ്ടിൻ്റെ സൗന്ദര്യത്തിനോട് അത് ഒട്ടും ഉപമിക്കാൻ സാധിക്കാതെയായി. കഥമിവ ന വിലജ്ജയത്ത കലയ, എങ്ങനെയാണ് കോവപ്പഴം ലജ്ജിക്കാതിരിക്കുക? ലജ്ജിക്കും. ദേവിയുടെ ചുണ്ടിനോട് അതിനെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. അത് അല്ലെങ്കിൽ പവിഴത്തിന് ഒരു ചെടിയുണ്ടായി, അതിൽ പവിഴം കൊണ്ടുള്ളൊരു കായുണ്ടായി എന്നാലും കൂടി ഇതിൻ്റെ സൗന്ദര്യത്തോട് അതിനെ ഉപമിക്കാൻ സാധിക്കില്ല. അനുപമമായ സൗന്ദര്യത്തോടു കൂടിയതാണ് ദേവിയുടെ ചുണ്ടുകൾ. കോവപ്പഴവും പവിഴത്തിൽ നിന്നുണ്ടായ പഴവും ഒക്കെ ഏകദേശമൊക്കെ പറയാം എന്നുള്ളതുപോലെയാണ് എന്നാണ്. നെത്കാരി രതനച്ഛത, അതിനെ വെല്ലുന്ന മനോഹാരിതയോടുകൂടിയ ചുണ്ടോടുകൂടിയവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.